ആരോപണത്തിൽ ഏറ്റുമുട്ടൽ കടുപ്പിച്ച മുന്നണികൾ SDPI വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വർഗീയ കൂട്ടുകെട്ടെന്ന ആക്ഷേപം മുന്നണികൾ പരസ്പരം ഉന്നയിക്കുന്നത്. എന്നാൽ SDPI വോട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ പാർട്ടികൾ ഇല്ലാതാക്കുന്നുമില്ല. SDPI വെൽഫെയർ പാർട്ടികളുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയില്ലെന്ന് EP ജയരാജൻ ന്യൂസ് 18 പറഞ്ഞു. ഈ പാർട്ടികളുടെ ന്യൂനപക്ഷ വർഗീയതയെ CPM എതിർക്കുന്നുണ്ട്. ഇടതുപക്ഷ നയത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടികളിൽ ഉള്ളവർ വോട്ട് ചെയ്യുന്നത്. അത് എങ്ങനെ വേണ്ടെന്ന് പറയാനാകുമെന്നാണ് EP ജയരാജൻ ചോദിക്കുന്നത്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടികൾ എന്ന് പറയുന്നവർ ഇപ്പോൾ SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, PDP, ഇവരൊക്കെ BJP അകറ്റി നിർത്തുവാനായിട്ട് UDF-നോ LDF-നോ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ UDF-നാണ്, പക്ഷേ BJP അകറ്റി നിർത്താൻ ചില മണ്ഡലങ്ങളിൽ LDF-നും. SDPI-യും സ്വാഭാവികമായിട്ടും ഇതേ രീതിയിലുള്ള നിലപാടാണ്. കൂടുതലും LDF-ന് അനുകൂലമായിരിക്കും. അവർ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. പക്ഷേ ഇത് LDF-നും അത് ഈ മതനിരപേക്ഷത പ്രതിച്ഛായയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു വർഗീയതയ്ക്ക് പരിഹാരം മറ്റൊരു വർഗീയതയല്ല, മതനിരപേക്ഷതയാണ്. എല്ലാ ജനങ്ങളിലും സാഹോദര്യം വളർത്തിയെടുക്കാനാണ്, എല്ലാവരുടെയും ഐക്യം വളർത്തിയെടുക്കാനാണ്, എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. മതവിശ്വാസികൾക്ക് അവർക്ക് സന്തോഷപൂർവ്വം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും, ചർച്ചിൽ പോകാനും പ്രാർത്ഥിക്കാനും, അമ്പലങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം, സന്തോഷകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. അത് ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ ഉണ്ടാകും. അതിന്ന് ന്യൂനപക്ഷങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ ജനവിഭാഗവും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ ആവശ്യമുണ്ടോ? SDPI പോലെയുള്ള വർഗീയ പാർട്ടികളുടെ നില അവരവരുടെ നില തീരുമാനിക്കട്ടെ. അവരുടെ നില തീരുമാനിക്കേണ്ട അവകാശമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്താനും ജനക്ഷേമകരമായ നിലയിൽ ആ പരിപാടികൾ വിജയിപ്പിക്കാനും അതിലെല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുക എന്ന സാഹോദര്യത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷ വർഗീയതയെ തള്ളിപ്പറയാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയണം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയണം, PDPയുടെ വോട്ട് വേണ്ട എന്ന് പറയണം. ഓരോ പാർട്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങളിങ്ങനെ അവരുടെ വോട്ടൊക്കെ ഓരോ പാർട്ടിയുടെ പെട്ടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇത് ബഹുജനങ്ങളാണ്. ജനങ്ങളെല്ലാം ഓരോ പാർട്ടിയുടെ പോക്കറ്റിലല്ല, ജനങ്ങൾ ബഹുജനങ്ങളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെ പിന്തുണ വേണ്ട എന്ന് പറയാം ഈ സംഘടനകളുടെ, ഈ വർഗീയ സംഘടനകളുടെ. അല്ല, അതുകൊണ്ട് തെറ്റായ ധാരണകളാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. ഇങ്ങനെ ഓരോ പാർട്ടിക്കുമെല്ലാം കുറേ ആൾ ഇങ്ങനെ മുന്നണി, ആ തെറ്റായ നയങ്ങളല്ല ഞങ്ങൾ ജനങ്ങളോടാണ് പറയുന്നത്. എല്ലാ പാർട്ടിക്ക് പിന്നിലും അണിനിരന്ന ബഹുജനങ്ങളുണ്ട്. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളുടെ നയം പറയുന്നു. സംസ്ഥാനത്ത് CPIM SDPI കൂട്ടുകെട്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. SDPIയും CPM-ഉം തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരിക്കും. PDP-യും CPM-ഉം തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കി. എൻ്റെ മണ്ഡലത്തിൽ PDP-യുടെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ അതിലെ നാമനിർദ്ദേശ പത്രിക സ്കൂട്ടണി ചെയ്തപ്പോൾ അതിനകത്തെല്ലാം വലിയ ഗുരുതരമായ തെറ്റുകളാണ്. അപ്പം എൻ്റെ ഏജൻറ്റ് അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് BJP-യും CPM-ഉം ആയിരുന്നു. അത് തള്ളരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ SDPI പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ, LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDP തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദേശത്തെ കാര്യം എനിക്കറിയില്ല, അതെനിക്കറിയില്ല. മറ്റു സ്ഥലങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാതെ മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങൾ ആ വിഷയം കൊണ്ടു നടക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഡീൽ ആരോപണം ചെന്നിത്തലയുടെ നുണയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് SDPI LDF ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല EP ജയരാജൻ എന്ന് പറയുകയും ചെയ്തു, SDPI ഉൾപ്പെടെയുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ LDF തയ്യാറുണ്ട്. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDF-നെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെന്തിനാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കണം. SDPIയുമായി യാതൊരു നീക്കുപോക്കും CPM നടത്തിയിട്ടില്ലെന്ന് MA ബേബി.
അവരുടെ ശൈലി ജനാധിപത്യ പ്രവർത്തനത്തിന് ഗുണമല്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. PDPക്ക് പഴയ നിലപാടല്ല ഇപ്പോഴുള്ളതെന്നും MA ബേബി പറഞ്ഞു. SDP-യുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP-I ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ശ്രീ മദനിയും അത്തരം നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ശ്രീ മദനി തന്നെ പിന്നീട് വ്യക്തമാക്കി തന്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ഒരു പങ്കുമില്ലാത്ത സംഭവങ്ങളിൽ അദ്ദേഹം പങ്കാളിയാണെന്ന് കൃത്രിമമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി രേഖകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ എടുത്തിരുന്ന നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDP-യുടെ സമീപനത്തിലുമുണ്ട്. പക്ഷെ അത് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. CPIM-ന്റെ BJP-യുടെയും ഡീൽ എന്തുമാകട്ടെ, കോൺഗ്രസിന്റെ ഡീൽ ജനങ്ങളുമായിട്ടാണെന്നാണ് ശശി തരൂർ MPയുടെ പ്രതികരണം. BJP എവിടെയും അക്കൗണ്ട് തുറക്കില്ല. അതിനുള്ള മുഴുവൻ ശ്രമങ്ങളും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ശശി തരൂർ. തമ്മിൽ എന്ത് ഡീല് വേണം ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ചിന്ത, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ ഭാവിയിൽ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. BJP ഒരു 0 സീറ്റ് പാർട്ടി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇനി 1, 2, 3 അവർക്ക് സാധ്യത ഉണ്ടെങ്കിൽ മത്സരിച്ചിട്ടോട്ടെ. ഞങ്ങളൊക്കെ ശക്തമായി നിൽക്കണ്ടല്ലോ. പക്ഷെ അതും ത്രികോണ മത്സരമാണ്. നമ്മളും നിൽക്കുന്നുണ്ട്, LDF നിൽക്കുന്നുണ്ട്. BJP എവിടെയും ഒരു റൺവേ ലീഡറല്ല. അവരൊപ്പം നമ്മൾ മത്സരിക്കും. നോക്കാം എന്ത് സംഭവിക്കും. 2, 3 സീറ്റിൽ അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത കാണുന്നു. 10 ഒരു സാധ്യതയില്ല. SDPI CPM ധാരണയുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ലീഗ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന CPM നേതാക്കളുടെ അഭിപ്രായം അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് വേങ്ങരയിൽ KM ഷാജിയെ നിർത്തിയതെന്നും സാദിഖ് അലി തങ്ങൾ. ഓരോരുത്തർ ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല. ലീഗിന് തീരുമാനം എടുക്കാനുള്ള ആർജവം സംബന്ധിച്ചിടത്തോളം എപ്പോഴും മറ്റുള്ളവരുടെ നിർദ്ദേശവും സ്വീകരിക്കേണ്ട ആവശ്യം. ലീഗ് എപ്പോഴും അതിന്റെ തീരുമാനം എടുത്തിട്ടുള്ളത് വേറെ ഒരു താല്പര്യവും ലീഗിന്റെ ഒരു രാജ്യയെ കൊണ്ടുവരാൻ തീരുമാനിച്ച മുസ്ലിം ലീഗാണ്. സാഹിബ് അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹം മലപ്പുറം തന്നെ അവസാനം മലപ്പുറം തന്നെ മത്സരിക്കണം. അപ്പോൾ മേഖലയിൽ ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് സാധ്യത മറ്റുള്ള ഒരു താല്പര്യവും വേറെ ഒരു ദുസ്വാധീനവും അങ്ങനെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡീൽ ആരോപണം BJP-യും കടുപ്പിക്കുകയാണ്. മഞ്ചേശ്വരത്ത് UDF-ഉം SDPI-യും തമ്മിൽ ഡീലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നേമത്തെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് ഒരു കൃത്യമായ ഒരു ഡീല് നമ്മൾ മഞ്ചേശ്വരത്തെ കണ്ടല്ലോ. അത് ആണല്ലോ ഒരു ഡീൽ. അത് SDPI-യും UDF തമ്മിലൊരു ഡീല്. അതിന്റെ തെളിവുണ്ട്. അതിന്റെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മറ്റേ ഡീലെല്ലാം കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണം. പക്ഷേ ഒരു സത്യമായി നമ്മളുടെ മുമ്പിൽ കാണാൻ കിട്ടുന്ന ഒരു ഡീലാണ് മഞ്ചേശ്വരത്തിൽ SDPI-യും കോൺഗ്രസ് നടത്തുന്നത്. എന്തുകൊണ്ട് SDPI-ന്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചു? പേടിച്ചിട്ടല്ലേ? അപ്പോൾ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ കൃത്യമായ ഡീല് കോൺഗ്രസും SDPI-യും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം. അതൊന്ന്. രണ്ടാമത്തത്, തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷൻ തമിഴ്നാട്ടിൽ ആരൊപ്പാ ഡീല്? ആരൊപ്പാണ്? CPM-ഉം കോൺഗ്രസും തമ്മിലല്ലേ? അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയവും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും എല്ലാം ഇവര് ചെയ്യും. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത്രമാത്രം ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കോരി എറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. എന്നാലും ഡീൽ എന്നുള്ള പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ അത് CPM SDPI ഡീൽ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പക്ഷെ അതിൽ ശ്രദ്ധേയമായിട്ട് കാര്യം
ആ വോട്ടുകൾ വേണ്ട എന്ന് പറയില്ല എന്ന് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നു. മാത്രമല്ല പിണറായി വിജയൻ അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയതുമില്ല. ഈ ആരോപണങ്ങൾ ഈ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെങ്ങനെ വായിക്കണം സജിത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്? ഡീൻ, ഇക്കാര്യത്തിൽ എൽദോ വളരെ പ്രധാനമാണ്. ഡീൽ ആരോപണം എന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയരുന്നതാണ്. പക്ഷേ ഇത്തവണ അതിന് പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. CPM-നെതിരെ ആദ്യം BJP-യുമായി ഒത്തുകളി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. CPM-നെതിരെ അതിൻ്റെ മറുപടിയും പ്രത്യാരോപണങ്ങളുമായി അതിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ ധാരണ, UDF-ഉം തമ്മിൽ ധാരണ എന്ന ആരോപണമാണ് BJP ആരോപണത്തിന് മറുപടി എന്നോണം CPM മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ കളം ഇന്നൊന്ന് മാറി എന്നതാണ് ചിത്രം. അതായത് SDPI-യും CPM-ഉം തമ്മിൽ പലയിടങ്ങളിലും ധാരണയുണ്ട് എന്ന ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. കഴിഞ്ഞ ദിവസം SDPI നേതൃത്വമാണ് ചിലയിടങ്ങളിൽ, കോൺഗ്രസ് ദുർബലമായ ചിലയിടങ്ങളിൽ ഞങ്ങൾ BJP-യെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഇതിനോട് CPM നേതാക്കൾ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഈ വിവാദം പുതിയ തലത്തിലെത്തിക്കുന്നത്. അതായത് ഈ വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു. അതേസമയം പിണറായി വിജയൻ ആവട്ടെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയുന്നതുമില്ല. ഇതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസം വിജയരാഘവനും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ഈ വെൽഫെയർ പാർട്ടി ചിലയിടങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമല്ലോ എന്ന ചോദ്യത്തിനും അദ്ദേഹവും വ്യക്തത വരുത്താതെ പോകുന്നുണ്ട്. അപ്പോൾ തള്ളിപ്പറയാൻ, SDPI തള്ളിപ്പറയാൻ CPM മടിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം പല തലങ്ങളിലേക്ക് മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ BJP-യും മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചാണ്. മഞ്ചേശ്വരത്ത് അവിടെ കോൺഗ്രസും SDPI-യും തമ്മിൽ ഡീലുണ്ട് എന്ന ആരോപണം തിരിച്ച് BJP ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ഈ തരത്തിലേക്ക് ഈ ആരോപണം കടന്നു പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പുതിയ തലങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. ഇതുവരെ ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ, ഈ പ്രചരണ രംഗത്ത് ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണമാണ്. തൽക്കാലം CPM-ഉം SDPI-യും തമ്മിൽ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണം ഏതു തരത്തിലേക്ക് പോകുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. എന്തായാലും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്കെതിരെ ഉയർന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം SDPI CPM ആരോപണം അവർ ഉന്നയിക്കുകയാണ്. CPM ആവട്ടെ വളരെ ആശയക്കുഴപ്പത്തിലാവുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.